ഏഹ് വീഡിയോ കണ്ടോ വാട്ട് ഇത്? അബൌട്ട് അനുമോൾ? അനുമോൾ നമ്മുടെ പെങ്ങൾ ആയിട്ട് വരും. അനുമോള് ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എടാ നീയേ എപ്പിസോഡ് വല്ലതും ആ, കണ്ടോ? ഇല്ല, ഒന്നും കണ്ടില്ലടാ. ഉം. ഞാൻ പോയി ക്രിക്കറ്റ് കളിച്ചടാ ഇന്നലെ. എന്റെ പൊന്നളിയാ. വൈവായിരുന്നു. വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് നോക്ക്, വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ. ഞാൻ നോക്കാം യൂട്യൂബ് നോക്കാം. ഈ പറഞ്ഞ പോലെ എന്താണ് എനിക്ക് ഫോൺ അളിയാ, എടാ തീരാതെ വന്നോണ്ടിരിക്കുക ഇങ്ങനെ കോളിന്റെ പൂരം. എനിക്കും അത് തന്നെ അവസ്ഥ. ഒരു രക്ഷയില്ല. അത് ഇപ്പൊ ആയിട്ട് മാറിയിട്ടില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും നിന്റെ അവസ്ഥ ഇന്നലെ ഇറങ്ങിയിട്ട്? ഇൻസ്റ്റാഗ്രാമില് നമ്പർ ഉണ്ടെന്നോ എടുത്ത് മാറ്റണമോ? എനിക്ക് എന്റെ അമ്മ എന്തൊരു ഓ, കുറെ നമ്പർ കോളുണ്ട്. ഞാൻ പണ്ടിട്ട് വെക്കാറുന്ന അത്ര വലിയ ഫേമസ് ഒന്നല്ലല്ലോ. പണി പാളും. എന്നാ വന്നോണ്ടിരിക്കും. ഉം. ഉം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല. മറ്റെന്താണ് അതിന്റെ പേര്, ഒരു ഓ, പണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയല്ല ജോലി എടുക്കുന്ന, ലൈക്ക് ഓരോ സാധനങ്ങൾ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്പർ അവിടെ വേണമല്ലോ. വി ലവ് യുവർ കോംബോ. ഓഫ് കോഴ്സ് വി ലവ് അവർ കോംബോ ടു, അല്ലേ? വി ലവ് യുവർ കോംബോ. എന്നിട്ട് എന്താണ് ലക്ഷ്മിയുടെ കേസ് എന്താ? അത് ഇത് നമ്മുടെ ഡിഫമേഷൻ ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ ബ്രോ, അതൊക്കെ ഒന്ന് ഇപ്പൊ എത്തിയാലുള്ളൂ. നമുക്ക് ഉറപ്പായിട്ട് അത് ഫയൽ ചെയ്തിട്ട് ബാക്കി നോക്കാം. ഷാനവാസ് ഇഷ്ടമാണെന്നോ? ഷാനവാസ് ഒരുപാട് എന്താണ് എന്താണ് എല്ലാരും ഇഷ്ടപ്പെടുന്നുണ്ട്. അവനീൽ ബ്രോ, ഷാനവാസ് കപ്പെടുക്കണം എന്ന് എന്താ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തത്? ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതല്ല. ഷാനവാസ് കപ്പെടുത്തോട്ടെ, ഹാപ്പിയാണ്. എന്നോട് ടോപ്പ് 5 എന്ന് ചോദിക്കുമ്പോ പിന്നെ എനിക്ക് 5 പേരല്ലേ പറയാൻ പറ്റുള്ളൂ സിസ്റ്റർ. ടോപ്പ് അതല്ലേ? 5, 3. ആ, അതല്ലേ? ഷാനവാസിക്ക് അടിക്കട്ടെ. എന്താ? ആ, നമുക്ക് ഷാനവാസിക്ക് അടിച്ചാൽ എന്താ പ്രശ്നം? ടോപ്പ് 3 പറയാമോ എന്നൊക്കെ. എടേ, വെറുതെ ഇരി. ആരെങ്കിലും ഒക്കെ കപ്പടിക്കട്ടെ. എല്ലാരും നമ്മുടെ കൂടെ കളിച്ച ആൾക്കാർ. എടാ ഇനിയിപ്പോ ഒരു ഇനി പറഞ്ഞിട്ട് വേണം ഇനി വീണ്ടും എടാ ഷാനവാസ്കനെ പറഞ്ഞില്ലല്ലോ, ഷാനവാസ്കനെ എടാ പറഞ്ഞില്ലെന്ന് പറയാം. ഒരു കമന്റ്. ബിന്നി സെബാസ്റ്റ്യൻ അൺഡിസേർവിംഗ് ലക്കി കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാലെന്ത്? ആ, ബിന്നി സെബാസ്റ്റ്യൻ അൺഡിസർവിങ് അല്ല കേട്ടോ. ഒരിക്കലും അല്ല. ബിന്നി സെബാസ്റ്റ്യൻ നല്ല ലേഡീസിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ബിന്നി സെബാസ്റ്റ്യൻ ആണ്. നമ്മൾ ജിസയിൽ ഉള്ളപ്പോഴേ പറയുന്ന ഒരു വോട്ടാണ്. ബിന്നി സെബാസ്റ്റ്യന്റെ ഗെയിം സൂപ്പറാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ബിന്നി സെബാസ്റ്റ്യൻ, പക്ഷേ ബിന്നി സെബാസ്റ്റ്യന്റെ ബാക്കിയുള്ള രീതികൾ, അതായത് ബിന്നി സെബാസ്റ്റ്യൻ ഒരു സ്ഥലത്ത് വേറെ ഒരു സ്ഥലത്ത് വേറെ എന്നുള്ള ഒരു നിലപാട് എല്ലാരും കാണുന്നുണ്ട് ഇപ്പൊ. ഉം. ആ ഒരു സംഭവത്തിൽ ബിന്നി സെബാസ്റ്റ്യന് പണി കിട്ടാം. ഇനി ബിന്നി സെബാസ്റ്റ്യന് പണി കിട്ടിയാൽ ബിന്നി സെബാസ്റ്റ്യൻ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കാരും ഞങ്ങൾ ചിന്തിക്കുന്നത് ബിന്നി സെബാസ്റ്റ്യൻ അപ്പൊ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്, ബാക്കിയുള്ളവരെ സപ്പോർട്ട് വെച്ച് നോക്കുക. അതെ, മനസ്സിലായി? അതെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരാള് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നു പറയും. ബിന്നി നമ്മളെ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തിയാണ് ഏറ്റവും ബെസ്റ്റ്, എന്താണ് അതിന്റെ പേര്, ഗെയിമർ ലേഡീസിൽ. അപ്പൊ അൺഡിസർവിംഗ് ഒരിക്കലും പറയരുത് ബ്രോ. ആരും അൺഡിസർവിംഗ് ആയിട്ട് വരുന്ന അങ്ങനെ ആൾക്ക് അൺഡിസർവിംഗ് എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി ഒരു ഉം. ഒന്നും ഇല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഷോയില്. അതാണ് അൺഡിസർവിങ്. മനസ്സിലായോ? ഈവൻ സാബുമാൻ അൺഡിസർവിങ് അല്ല. സാബുമാൻ അവന്റെ ആയിട്ടുള്ള ഒരു കളിയുണ്ട്. ചിലപ്പോ ആ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ കളി. അതായത് ഒരു അടിയിലും ഈ പറഞ്ഞ പോലെ മസ്താനിയെ കുറിച്ച് 2 വാക്ക്. മസ്താനി നല്ല കമ്പനിയായിരുന്നു, അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ മസ്താനിയായിട്ട് ഒരു തല്ലും പിടിക്കാൻ തന്നെ മസ്താനി പോയത് മസ്താനിയുടെ ആയിട്ടുള്ള കളിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് വോട്ടിന്റെ കാര്യത്തിലാണ്. അതെ, അല്ലാതെ അതെ, അതെ, ഉറപ്പ്. മസ്താനി മസ്താനിയായിട്ട് നമ്മൾ നല്ല നമുക്ക് എന്ന് കമ്പനിയായിരുന്നു. പറഞ്ഞ സാധനം ഇല്ല. എനിക്ക് തോന്നുന്ന ആ ഒനിയിലിന്റെ ഇഷ്യൂലും കൂടെ നമ്മള് അവളുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല 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 ഇല്ല. എക്സാക്ട്ലി അതാ പറഞ്ഞു. മസ്താനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയൊക്കെ നമ്മുടെ നല്ല കമ്പനിയായിരുന്നു. അല്ലേ അളിയാ? ഞാനും നീ അവളായിട്ട് സംസാരിക്കുമായിരുന്നു, പിന്നെ അല്ലേ? ലാസ്റ്റ് ആക്ടിവില് മാത്രമേ ഉള്ളൂ ഞാനും അവളും കൂടെ കുറച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് എനിക്ക് പറയാനുള്ളത് വേറൊരാൾ പറഞ്ഞു. അപ്പൊ പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മറ്റേ ലാലേട്ടനെ മുമ്പ് വെച്ചിട്ടില്ലേ, അത് ഉം 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 ഉം. പറഞ്ഞതല്ല. അവളുമായിട്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല. അന്നേരം ഒന്നിച്ചേട്ട ജിസേലിനോട് പ്രണയമുണ്ടോ? ഉണ്ടായിരുന്നോ? സത്യം പറയണം. എനിക്ക് ആ, പ്രണയമൊന്നുമില്ല ബ്രോ, ഞാൻ ഭയങ്കര എനിക്ക് ഫ്രണ്ടാ. ഇത്തിരി സംശയങ്ങളൊക്കെ ഇല്ലാതില്ല. അത് വേറെ കാര്യം. ഒനിൽ ബ്രോ ഇനി മുതൽ ആർക്ക് വോട്ട് ചെയ്യുമെന്ന്? അതൊന്നും വോട്ട് ചെയ്യണ രഹസ്യം പറയാൻ പാടില്ല. ആ,
ഇത് പഞ്ചായത്താണല്ലോ, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആരും പറയരുത് കേട്ടോ. ഇവിടെ എഴുതിയിരിക്കണം ഒനിലേട്ട ലക്ഷ്മിനെ വെറുതെ വിടുന്നത്, ഇതൊക്കെ നമ്മൾ ആൺകുട്ടികൾക്ക് അഭിമാനമാണ്. ശരിയടാ മുത്തേ, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. എടാ ചെറുക്ക, ഒരു ഉം. പ്രശ്നമില്ല ഫോൺ നോക്കുമ്പോ ഇവിടെ വന്നിട്ട് അഭിമാനമാണെന്ന് നീ ഇവനെ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. ഐ നീഡ് ഹഗ് ഫ്രം യു, യു ആർ ഇൻസ്പിറേഷൻ ഓഫ് കോഴ്സ്. എനിക്ക് ഞാനൊരു വെർച്വൽ ഹഗ് തന്നിരിക്കുന്നു. ഹഗ്സ്. ഓക്കെ. പിന്നെ വേറെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ നിന്റെ തുട്ടുമോനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ടുട്ടു. രണ്ട് വാക്കായി. ഗെയ്സ്, ഏഹ്, എന്താണ് ഷാനോസ് ക്രൈറ്റീരിയ? നിങ്ങൾ ചതിച്ചില്ലേന്നാ. ഷാനോസ് നിങ്ങൾ ചതിച്ചില്ലേ? നിന്റെ അച്ഛനാടാ ചതിച്ചത്. പാട്ടി. മോനിൻ ബ്രോ മമ്മിനെ ഒന്ന് കാണിക്കും. മസ്താനോട് ഇപ്പോൾ ബഹുമാനമുണ്ട്. എന്താണ്? അപ്പാണിയെ ഇറക്കി വിട്ടതിൽ ബിക്കോസ് ഹാപ്പിനെസ് കണ്ടപ്പോൾ മസ്താനി ചെയ്തത് ശരി തന്നു. സോണിയ ജോസഫ്. ഹായ് തരോ അഭിചേട്ട. ഡിസംബർ ഗേളോ എന്തോട്ട് ഡെഗ് ഗേളോ? ലേഖ നന്ദകുമാർ ഹായ്. നമുക്കൊന്ന് കൂടണ്ടേ അഭിലാഷ് ഫാമിലി? ഓ, കൂടാം കൂടാം, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം. സെൻ എഫ് സി ബോയ്. എഫ് സി ബോയ് ചെറുതായി പ്രണയമുള്ള പോലെ തോന്നിയിരുന്നു. ആരോട്? അതും കൂടി വ്യക്തമാക്കണം. ആരോട് ആരോട്? നിങ്ങൾ ഇപ്പോഴേ നമുക്കൊന്ന് ഇറങ്ങണ്ട. കൂടണ്ടേ ആ. ഈ പി സീസണിലെ ആർ സീക്രട്ട്. ഉണ്ടെങ്കിൽ കപ്പടിക്കണം, അടിക്കാം. അതാണ് ബി ബി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലാതെ ഗെയിം നോക്കിയാണെങ്കിൽ വല്ല ഗെയിമേഴ്സ് ഒക്കെ നല്ല ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ വെറും വാഴകളല്ലേ അകത്തിരിക്കുന്നത്, അകത്ത് നിൽക്കുന്നത്. ഇതുപോലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പി ആറിന്റെ അടിയിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾ ഇപ്പോഴേ നോ, ഇറങ്ങേണ്ട ആൾക്കാരല്ല രണ്ടുപേരും. ഓഫ് കോഴ്സ് അല്ല. അത് നോ. പക്ഷെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ലാലേട്ട, ആളുകൾ ആളുകൾ തീരുമാനിക്കണേ. ആ, എന്താടാ? ബിഗ് ബോസ് ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? അത് ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്ന ഒരു ഒരു സംഭവമാണ് ബിഗ് ബോസ്. ഇഷ്ടമാണ്. അതായത് 3.5 കോടി മലയാളികളുടെ ഇടയിൽ നിന്നും 27 പേര് അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി, അവരെ കണ്ടെത്തുക എന്ന് ഉം. പറയുന്നത്. ആ ഫാമിലിയിൽ പെടുന്ന ഓരോ മെമ്പേഴ്സുമാണ് ഞാനും ഒനിയനും പോലുള്ള അതിനകത്ത് ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും. അപ്പൊ ഇത്രയും പേരെ പിക്ക് ചെയ്തെടുക്കുക, ഈ 3.5 കോടി പേരുടെ ഇടയിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ അത് എന്തുമാത്രമായി. എല്ലാ ആഴ്ചയിലും ലാലേട്ടനെ കാണാം, അതിനകത്തൊരു സ്പേസ് നമുക്ക് കിട്ടുന്നു, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഇത് വലിയൊരു കാര്യമാണ്. കാര്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അതില് ഉം. ആ ഭാഗ്യശാലികളായിട്ടുള്ള രണ്ടുപേരാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും ഉം. അപ്പുറമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാര്യം എനിക്ക് തോന്നുന്നു എഫ് സി നിനക്ക് എത്ര കെ ജി ഉണ്ടായിരുന്നു, തൂക്കം എത്ര ഉണ്ടായിരുന്നു അവിടെ കയറിയപ്പോ? ഞാനൊരു 100 സംതിങ് കിലോ ഉണ്ടായിരുന്നു. ആ, അവിടെ കയറിയപ്പോ 80 അതിലും മേളിലില്ലേ? ആ ആ അതെ. ഇപ്പൊ ഞാൻ ഒരു 90, ഞാൻ 15 കിലോ കുറച്ചു. 15 കിലോ. എനിക്കാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 75 ഉണ്ടായിരുന്നു, 75 76. ഇപ്പൊ നോക്കിയപ്പോ 63 കിലോ. ആ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ആ ആണ് ഡിഫറൻസ്. പിന്നല്ല. അത്രയ്ക്ക് ആ. ഡിഫറൻസ്. ഭയങ്കരമായിട്ട് കുറഞ്ഞളിയാ. ഒന്നും കഴിക്കാനൊന്നും പറ്റാത്ത അതുകൊണ്ടായിരിക്കും. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒന്നും, അതായത് പുറത്ത് ആ നിങ്ങളൊക്കെ അടി കൂടുന്നു